ഹലോ, ഇന്ന് ചെയ്യാണ്ടാണ് ഡ്രസ്സുകളാണ്. ഒരു 3 സെറ്റ് ഡ്രസ്സായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് ന്യൂ ബോൺ ബേബിൻ്റെ ഡ്രസ്സാണ്. ന്യൂ ബോൺ ബേബിൻ്റെ 40 ഡേ ഫംഗ്ഷന് മോമിനും പിന്നെ ന്യൂ ബോൺ ബേബിക്കും പിന്നെ സിസ്റ്റർക്കും ചെയ്യാനായിരുന്നു ഡ്രസ്സ് ഉണ്ടായിരുന്നത്. ഇതിൽ ഞാൻ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കാണിക്കണില്ല. ഇത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. ഈ ന്യൂ ബോൺ ബേബിൻ്റെ ഡ്രസ്സ് ഈ പേജിൽ തന്നെ ഞാൻ ചെയ്തൊരു വൈറ്റ് ഡ്രസ്സിൻ്റെ മോഡൽ തന്നിട്ടാണ് കസ്റ്റമർ പറഞ്ഞത് ഇതുപോലെ ചെയ്യാൻ. അന്ന് ചെയ്ത ഡ്രസ്സ് ഒരു 3 വയസ്സായ കുട്ടിക്കായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ന്യൂ ബോൺ ബേബിക്ക് ആയതുകൊണ്ട് തന്നെ ചെറിയ പേളാണ് ഉപയോഗിച്ചത്. ന്യൂ ബോൺ ബേബിക്ക് ആയതുകൊണ്ട് 15 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ഡ്രസ്സ് ചെയ്തെടുത്തത്. പിന്നെ എല്ലാവർക്കും ഒരേ കളറിൽ മെറൂൺ കളറിലാണ് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഇതിന് ഷോൾഡറിൽ ലേസാണ് കൊടുത്തത്. അപ്പോൾ ലേസ് ഒരു സൈഡിലേക്ക് മാത്രം വർക്കുള്ള ലേസായിരുന്നു വിട്ടത്. അപ്പോൾ 2 ലെയറാക്കിയിട്ട് ഞാൻ നടുവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഷോൾഡറിന് വെച്ച് കൊടുത്തത്. പിന്നെ നമ്മളെ മോഡലിൽ വലിയൊരു ലേസ് കൂടി പിടിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു 1.5 ഇഞ്ച് ലേസാണ് ഞാൻ എടുത്തത്. പിന്നെ ഇത് പേളൊക്കെ തുന്നി വന്നത് 4 ഇഞ്ചിലാണ് ഞാൻ ഇവിടുത്തെ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലേസ് എടുത്തിട്ടുള്ളത് ഒരു 5 ഇഞ്ചിലായിരുന്നു. കാരണം 5 ഇഞ്ച് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തുകൊണ്ട് എടുക്കാനുള്ള ലെങ്ത്തിലാണ് ഞാൻ 5 ഇഞ്ച് എടുത്തത്. പിന്നെ ബാക്ക് പാർട്ടിൽ മാത്രമേ ലേസ് പിടിപ്പിച്ചിട്ടുള്ളൂ. പിന്നെ ഫ്രണ്ട് പാർട്ടിൽ ഞാൻ പ്രസ്സിങ് ബട്ടണാണ് കൊടുത്തത്. പിന്നെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ സിസ്റ്റർക്കും ഇതേ മോഡലിലുള്ള ഡ്രസ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത്. സിസ്റ്റർക്ക് ചെയ്ത ഡ്രസ്സിൻ്റെ കുറച്ച് വർക്ക് ക്ലോത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്കിന് കുറച്ച് ഡിസൈൻ ആ ക്ലോത്തിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് വലിയ കപ്പ് വന്നിട്ട് ചെറിയൊരു പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്റ്റിച്ചിങ് ഫുള്ള് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗമ്മായിട്ടുള്ള എല്ലാ വർക്കും ചെയ്യൽ. അപ്പോൾ ഷൂവും എയർ ബാൻഡും ചെറിയ ഷോൾഡറിൽ പിടിപ്പിക്കാനുള്ള ചെറിയൊരു ബോയും ഒക്കെ ഞാൻ ആദ്യമേ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ചെറുതായിട്ടൊന്ന് ഗമ്മ് പിടിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യം ഷൂമ്മലും എയർ ബാൻഡുമ്മലൊക്കെ തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തുന്നിയതിന് ശേഷമാണ് ഞാൻ ലാസ്റ്റാണ് ഗമ്മ് പിടിപ്പിക്കൽ. ന്യൂ ബോൺ ബേബിക്ക് ആയതുകൊണ്ട് എയർ ബാൻഡിന് അലാസ്റ്റിക് മാത്രമാണ് കൊടുത്തത്. ക്ലോത്തിൽ ചെയ്താൽ ഒന്നുകൂടി ടൈറ്റായി വരും. അതുകൊണ്ടാണ് ഞാൻ അലാസ്റ്റിക് മാത്രം കൊടുത്തത്. പിന്നെ ഷോൾഡറിൽ പിടിപ്പിക്കാനുള്ള ഈ ഫ്ലവർ ഞാൻ ബാക്കിൽ പിൻ ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അത് ഊരി വെക്കണ രൂപത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ സിസ്റ്റർക്കുള്ള എയർ ബാൻഡായിരുന്നു ചെയ്യാണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഞാൻ ഫ്ലവർ ആദ്യം തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എയർ ബാൻഡുമ്മലും ആദ്യം ക്ലോത്ത് ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഗമ്മിട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിസ്റ്റർക്ക് ചെയ്തെടുക്കുന്ന ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പാർട്ടിൽ ഒരു ഫ്ലവർ ആഡ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിന് ആദ്യം ഞാൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് പ്ലീറ്റ് ഇട്ട് വെച്ചതായിരുന്നു. പിന്നെയാണ് ഞാൻ ഇങ്ങനെ ചുരുട്ടി കൊടുത്തത്. പിന്നെ അതിൻ്റെ മേലെ ഞാൻ ആ വർക്കുള്ള ക്ലോത്ത് കൂടി ഞാൻ ലാസ്റ്റ് പാർട്ടിൽ വെച്ചിട്ടുണ്ട്. ചുരുട്ടി കൊടുത്തതിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുള്ളായിട്ട് ഗമ്മിട്ടൊട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതും സെപ്പറേറ്റ് നമുക്ക് പിൻ ചെയ്ത് കണ്ട് വെക്കാനും ഊരാനും കഴിയുന്ന രൂപത്തിലാണ് ഇതും ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫ്ലവർ ചെറിയൊരു ടൈല് രൂപത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഞാൻ 2 ഭാഗവും ഓവർലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ അതിൽ ഗമ്മിട്ട് ഒട്ടിക്കാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലവറും എയർ ബാൻഡും ഷൂവും പിന്നെ ചെറിയ ബോയും ഒക്കെ ഗമ്മിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം മദറിൻ്റെ ഡ്രസ്സിന് പിന്നെ ന്യൂ ബോൺ ബേബിൻ്റെ ഡ്രസ്സിൻ്റെ അതേ പേള് തുന്നാണ്ടായിരുന്നു ഫ്രണ്ട് പാർട്ടിൽ. കാരണം ഫ്രണ്ട് പാർട്ട് ഓൽക്ക് ഓപ്പൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഓപ്പണിൻ്റെ ആ പാർട്ടിൽ വെറുതെ കിടക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കുറച്ച് പേള് തുന്നി കൊടുത്ത്. പിന്നെ ഇതാണ് ഞാൻ പ്രസ്സിങ് ബട്ടൺ കൊടുത്തത്. കാരണം ന്യൂ ബോൺ ബേബിക്ക് ആയതുകൊണ്ട് നമ്മൾ ബാക്കിൽ സിബ് കൊടുക്കണമെന്നില്ല. ബാക്കിലും ഇതേ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിബിന് പകരമാണ് ഞാൻ ഇങ്ങനെ പ്രസ്സിങ് ബട്ടൺ കൊടുത്തത്. ഇങ്ങനെ ആകുമ്പോൾ ഷോൾഡർ ഫുള്ള് ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് ഇടാനും ഊരാനും വേഗമായിട്ട് കിട്ടും. പിന്നെ ബാക്കിൽ പിന്നി കൊടുത്തപ്പോൾ ഷോൾഡറിൻ്റെ ഈ പാർട്ടിലാണ് കൊടുക്കുന്നത്. അപ്പോൾ മോഡലും അതുപോലെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷോർട്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത്. അതാണ് ഈ വീഡിയോ കുറച്ച് വലിപ്പം കുറവായിട്ട് പോയത്. ഈ ഡ്രസ്സുകളൊക്കെ ചെയ്തത് ടോയിൽ നെറ്റ് എന്നൊരു ക്ലോത്തിലാണ്. പിന്നെ ഇതിന് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ക്രേപ്പാണ്. ഈ ടോയിൽ നെറ്റ് എടുക്കുമ്പോൾ ഇതിന് ഗ്ലേസിങ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിന് സാറ്റിൻ ലൈനിങ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇങ്ങനെ മോമിനും സിസ്റ്റർക്കും പിന്നെ ന്യൂ ബോൺ ബേബിക്കും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 3000 ആണ്. പിന്നെ ഇങ്ങനെ കോംബോ ഡ്രസ്സുകൾ വരുമ്പോൾ ഞാൻ 7 ഡേ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ ഓർഡർ വാങ്ങലുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൈസിൻ്റെ കൂടെ ദൂരത്തിനനുസരിച്ച് കൊറിയർ ചാർജും ആഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി.
ലാസ്റ്റായിട്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാം ഒരേ കളറിൽ ചെയ്തുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.